നമസ്കാരം. അങ്ങനെ താരസംഘടന അമ്മയിലെ വിഷയങ്ങൾ തീരുന്നേയില്ല. കാരണം രാജിവെപ്പൊക്കെ ഉണ്ടായി എങ്കിലും പ്രശ്നങ്ങൾ തീരുന്നില്ല. പരസ്പരം അങ്ങോട്ടുള്ള പഴിചാരൽ തുടരുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന താരസംഘടന അമ്മയിൽ തലപ്പത്തൊക്കെ എത്രയോ നല്ല നല്ല ആളുകൾ ഇരുന്നാണ്. എത്ര വർഷങ്ങളായി MG സോമൻ അടക്കമുള്ള ആളുകൾ ഇരുന്ന്, അല്ലേ? ഒന്ന് ആലോചിക്കണം. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന ഒരു സംഘടന വലിപ്പം നമുക്ക് മനസ്സിലാക്കണം. ആ വലിപ്പമൊന്നും മനസ്സിലാക്കാതെ കഴിഞ്ഞ തവണത്തെ ഒരു 10 മാസം തികയുന്നുണ്ടോ, 10 മാസം തികയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നു, എന്തോ കുഴപ്പമുണ്ട്, ഒരു സംശയമില്ല. അപ്പോൾ ഈ താരസംഘടന അമ്മയുടെ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ താരസംഘടന അമ്മയുടെ ഒരു തുടക്കം മുതലുള്ള ഒരു 4 വഴികളുണ്ടല്ലേ. ഒരു 4 വഴികൾ എന്ന് വെച്ചാൽ ഇതാരൊക്കെയാണ് പ്രസിഡന്റ്, ആരൊക്കെയാണ് എൻ്റെ തലപ്പത്തിരുന്നതൊക്കെ ആയിട്ട് നമുക്കൊന്ന് അറിയണം. പല ആളുകൾക്കും അറിയാം, പക്ഷെ അറിയില്ലാത്തവരുണ്ടാവും. അപ്പോൾ ചോദിക്കും ഞങ്ങൾക്ക് എന്തിനാ ഇതിൻ്റെ കാര്യമെന്ന് ചോദിക്കുന്ന കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും അറിയേണ്ടത് തന്നെയാണ്. അങ്ങനെ ആളുകൾ ഇരുന്ന ഒരു സംഘടനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് സ്റ്റഡി ചെയ്തു. ആ തുടക്കം മുതലുള്ള അവസാനം പോലുള്ള യാത്രയെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ പ്രതിനിധി മായ താരസംഘടന അമ്മയുടെ ഓഫീസിൽ തന്നെയുണ്ട്, ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മായ, ഒന്നിനു പിറകെ ഒന്നായി അമ്മയിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മയുടെ തുടക്കം മുതൽ അമ്മ രൂപീകരിച്ച കാലം തൊട്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പ്രസിഡൻ്റായും സെക്രട്ടറിയായും ട്രഷറൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ അവരുടെ ഒരു മഹത്വം നമ്മൾ എത്രമാത്രം കാണണം. മായ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, നമ്മളെല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. പക്ഷെ മായയുടെ ആ റിപ്പോർട്ട് ഒന്ന് നമുക്ക് കേൾക്കാം. മായ, എങ്ങനെയാണ് ഇപ്പോൾ അമ്മയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മായ, ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാവോ? അതെ, ഇപ്പോൾ തുടർച്ചയായി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അമ്മ ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇത്ര കാലമായി ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടു. അപ്പം അമ്മയുടെ തുടക്കം മുതലുള്ള ഒരു നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 1994 ഈ ഒരു സംഘടനയിലെ ആദ്യ കമ്മിറ്റി രൂപീകരിക്കുന്നത്. നടൻ സോമൻ പ്രസിഡന്റും അതുപോലെ TP മാധവൻ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു ആദ്യത്തെ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 94 രജിസ്റ്റർ ചെയ്യുകയും 95 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് രണ്ടാമത്തെ കമ്മിറ്റി നമ്മുടെ സീനിയർ നടൻ മധുസാർ പ്രസിഡന്റായി വരികയും അതുപോലെ ബാലചന്ദ്ര മേനോൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. ആ സമയത്ത് ഒരു ചെറിയ പ്രശ്നം, എറണാകുളത്ത് ഒരു ഷോ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘടനയിലും കമ്മിറ്റിയിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ ബാലചന്ദ്ര മേനോന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും പിന്നീട് നടൻ രാഘവനാണ് ആ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം മുന്നിലോട്ട് ഭാരവാഹിത്വം വഹിച്ചിരുന്നത്. പിന്നീട് മൂന്നാമത്തെ കമ്മിറ്റിയിലാണ് നടൻ ഇന്നസെന്റ് പ്രസിഡന്റായി എത്തുകയും മമ്മൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. ആ ഒരു ഭാരവാഹിത്വം ഏകദേശം 18 കൊല്ലം, അതായത് 5 ടേം മുന്നോട്ട് പോയിരുന്നു ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി സെക്രട്ടറി ആയിട്ട്. പിന്നീടാണ് ഈ ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം ഒരു ഓണററി സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനം അവിടെ കൊണ്ടുവരുന്നത്. അതായത് കോടതിയിലേക്ക് പോകാനും അതുപോലെ കമ്മിറ്റിയുടെ മറ്റാവശ്യങ്ങൾക്ക് കോടതിയിലേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓണററി സെക്രട്ടറി സ്ഥാനവും കമ്മിറ്റിയിൽ പിന്നീട് നിലവിൽ വന്നു. അതിനുശേഷം വന്ന കമ്മിറ്റി പ്രസിഡന്റായി മോഹൻലാലും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായും ഭാരവാഹിത്വം ഏറ്റെടുത്തു. അത് 2 ടേമാണ് മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു കമ്മിറ്റി 2 ടേം മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ മുന്നേ കമ്മിറ്റി 18 കൊല്ലത്തോളം 5 ടേം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനം മാറി ആ ഒരു ഭാരവാഹിത്വം വഹിച്ചിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ഭരണസമിതി എന്ന് പറയുന്നത് ശ്വേതാമേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന ആ ഒരു കമ്മിറ്റിയാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ പിരിച്ചുവിടുകയും വിവാദങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അതിനുശേഷം ജനറൽ ബോഡിക്ക് ശേഷം ഈ ഒരു വിവാദങ്ങൾക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അതിലും പിന്നീടും വിവാദങ്ങൾ ഉണ്ടാവുകയും ആശാ അരവിന്ദ് ആ ഒരു അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക എണ്ണം അംഗങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയിൽ വേണമെന്നില്ല. ഒരു ഒറ്റസംഖ്യ എണ്ണങ്ങൾ മാത്രം മതി എന്നാണ് കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം അതൊരു ഒറ്റസംഖ്യ എന്ന് വ്യക്തമാക്കുന്നത് വോട്ടിങ്ങിനൊരു സൗകര്യം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ കൃത്യമായി ഇത്ര എണ്ണം അംഗങ്ങൾ അഡ്ഹോക് കമ്മിറ്റിയിൽ വേണമെന്ന നിർബന്ധമില്ല. ഇപ്പം എന്തായാലും നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ ചർച്ചകളും കാര്യങ്ങളും ഒരുപാട് കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണ് മായ അവിടെ തന്നെ തുടരുക. മായയുടെ ആ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം MG സോമൻ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്നു, അല്ലെ? ഓരോ രാജിയും ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് എവിടെ വെച്ചാണ് ആദ്യം മീറ്റിംഗ് ചേർത്ത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മായ പറയുന്നു. 18 കൊല്ലം
അതായത് 5 ടൈം ഇന്നസെൻ്റ് പ്രസിഡന്റ് ആയിരുന്ന കാര്യം വരെ നമ്മൾ ഓർക്കണം. 5 ടൈം ഇന്നസെൻ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടം, 18 കൊല്ലത്തിൽ മമ്മൂക്കായും മോഹൻലാലും മാറി മാറി ജനറൽ സെക്രട്ടറി ആയ കാലഘട്ടം, ഇതെല്ലാമാണ്. അങ്ങനെ അത്രയും സീനിയറായ ആളുകൾ, ഇത്രയും എന്താണ് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത്രയും ആരാധിക്കുന്ന ആളുകൾ അവരിടുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഇത്തരം രീതിയിലേക്ക് മാറിയിരിക്കുന്നത്, അല്ലേ? ഇവിടെ കൃത്യമായി മറ്റ് 2-3 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാൻ പറ്റില്ല. ഈ വിവാദങ്ങൾക്കിടയിൽ അമ്മ ജനറൽ ബോഡിയിൽ വെച്ചായിരുന്നു ശ്വേതാ മേനോൻ്റെ രാജി. ശ്വേതാ മേനോൻ കൃത്യമായി രാജി വെക്കുന്നു. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിൽ നടി വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു ശ്വേത ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞാൻ ആരെയും പാവയാകാനില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്വേതാ മേനോൻ മാധ്യമങ്ങൾ കാണും അടുത്ത ദിവസം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമുക്ക് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ശ്വേതാ മേനോൻ പങ്കുവെച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അതിൽ കൃത്യമായിട്ട് ശ്വേതാ മേനോൻ അവരുടെ രാജിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവിച്ചത്, ഞാൻ ആരുടെയും പാവയാകാനില്ല. അത് അന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അതിലും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, നമുക്കറിയാം അവസാന ജനറൽ ബോഡി മീറ്റിംഗിലാണ് നടി ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കുകയാണ്, അല്ലെങ്കിൽ അമ്മയിൽ നിന്നും താൻ ഇറങ്ങുകയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് കൃത്യമായ കാരണങ്ങൾ, അല്ലെങ്കിൽ തൻ്റെതായ കാരണങ്ങൾ എന്ത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലൂടെയാണ് ശ്വേതാ മേനോൻ കൂടുതലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്കുള്ളിലുള്ള പലരുടെയും ഒരു പാവയായി കളിക്കാനും ഒന്നും താനില്ല, അല്ലെങ്കിൽ അതിന് തനിക്ക് താല്പര്യമില്ല, ആത്മാഭിമാനം നിലനിർത്താൻ താല്പര്യമുള്ളത് കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് ആ ഒരു കുറിപ്പിന്റെ തുടക്കം ശ്വേത വിശദീകരിച്ചിരിക്കുന്നത്. അതുപോലെ ദൗർബല്യമല്ല, ആത്മാഭിമാനം തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. പിന്നീട് ഒരു നിർദ്ദേശവും ശ്വേതാ മേനോൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഭരണസമിതിയുടേതടക്കം കഴിഞ്ഞ 2 ടേമുകളിലെയും അക്കൗണ്ടുകൾ ഫോറൻസിക് പരിശോധന അല്ലെങ്കിൽ ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണമെന്ന നിർദ്ദേശമാണ് ശ്വേതാവ് കുറിപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തനിക്ക് ഈ ഒരു അവസാന തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന ചില വെല്ലുവിളികളെ കുറിച്ചും ശ്വേത കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രൈം നന്ദകുമാർ, അതുപോലെ മാർട്ടിൻ മെനഞ്ചേരി പോലുള്ളവരെ മുന്നിൽ നിർത്തി തനിക്കെതിരെ വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം താണ്ടി വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടെ തന്നെയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. ആ ഒരു പ്രസിഡന്റ് സ്ഥാനമാണ് ശ്വേത ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സ്ഥാനത്തേക്ക് വന്ന സമയത്ത് മുൻ കമ്മിറ്റി അംഗങ്ങൾ ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാക്കിയ ഒരുപാട് തെറ്റുകൾ മറച്ചു വെക്കാൻ കമ്മിറ്റിക്കുള്ളിൽ ഉള്ളവർ തന്നെ ശ്രമിക്കുകയും അത് ഈ പുതിയ കമ്മിറ്റിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം മറച്ചു വെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നും ശ്വേത പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ആ ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, താൻ സംഖ്യയോ കമ്മിയോ അല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് ആ ഒരു വരിയിൽ. നമ്മുടെ മുൻ LDF സർക്കാർ ക്ഷണിച്ച അവരുടെ പരിപാടികളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ BJP സർക്കാരിന്റെ പരിപാടികളിലോ ക്ഷണം ഉണ്ടായിട്ട് പോലും താൻ പോയില്ലെന്നും, ക്ഷണം കിട്ടി ഒരുപാട് പേർ പോയപ്പോഴും താൻ പോയിട്ടില്ല എന്നും, അതിനൊന്നും തനിക്ക് സമയമില്ല എന്നുള്ള രീതിയിലാണ് ശ്വേത വ്യക്തമാക്കുന്നത്. ഇത്രയും കുറിപ്പ് എഴുതിക്കൊണ്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് പിക്ചർ അഭി ബാക്കി ഹെ എന്നാണ്. ഇനിയും ശ്വേതയ്ക്ക് കാര്യങ്ങൾ പറയാനുണ്ട്, വ്യക്തമാക്കാനുണ്ട്. കൃത്യമാണ് മായ തുടരണം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ രീതിക്കാണ് പോയത്. ശ്വേതയെ BJP സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇങ്ങനെയൊക്കെ ഒരു ആരോപണമുണ്ട്. ഇതൊക്കെ തെളിയിക്കേണ്ടത് ആരോപിച്ചവരും ആരോപണത്തിന് ഇരയായവരും തെളിയിക്കണം. അതൊക്കെ സത്യസന്ധമായി തെളിയിക്കേണ്ട കാര്യമാണ്. ഇവിടെയൊക്കെ ഉള്ളൊരു യാത്രയിൽ ശ്വേതാ മേനോൻ ഒറ്റപ്പെട്ടു പോയെന്നൊരു ഫീൽ, അല്ലേ? ശ്വേതാ മേനോൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം. താരസംഘടന അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റക്കെട്ടായി കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല, സംഘടനയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആദ്യം മുതൽ ഭിന്നിപ്പുകളായിരുന്നു. അത് ചേർത്ത് പിടിക്കൽ നടന്നിട്ടില്ല. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഒരു അവരുമായിട്ട് സംസാരിക്കാൻ പോലും പല ആളുകളും ഈഗോ പ്രശ്നം കാണിച്ചു. ശ്വേതയാണോ എന്ന് എനിക്കറിയില്ല. ശ്വേത അവരോട് സംസാരിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഈഗോ പ്രശ്നങ്ങൾക്കുണ്ടായി. ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ആദ്യം മുതൽ ഒന്നിച്ചു പോകുന്നു, പിന്നീട് ഉടക്കുന്നു. എന്തൊക്കെ നാടകങ്ങളായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടാം. ഞാനത് കണ്ട ഒരു വ്യക്തിയാണ്, ഞാൻ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഉണ്ണി ശിവപാൽ, അല്ലേ, ട്രഷറർ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്നു. അതുല്യ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുമായിട്ടുള്ള വിഷയം വലിയ വിഷയമായി മാറുന്നു. അതിന് കൂട്ടുനിന്ന് കുക്കു പരമേശ്വരൻ, ഉണ്ണീനെ സഹായിക്കാൻ കൂട്ടുനിന്ന കുക്കു പരമേശ്വരൻ, ഇങ്ങനെയൊക്കെ വിഷയമുണ്ടായി. ലാസ്റ്റ് ഉണ്ണി ശിവപാൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു. അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നു, അവിടെയാണ് ജോലി. അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നു. പിന്നീട് ഇദ്ദേഹത്തെ കാണുന്നില്ല. അന്ന് ജനറൽ ബോഡിക്ക് വലിയ വാക്കുതർക്കം ഉണ്ടായി കേട്ടോ ജോയ് മാത്യുമായിട്ട്. ജോയ് മാത്യു പറഞ്ഞു ഇദ്ദേഹം ഇവിടെ ഒളിച്ചുപോയി എന്നാണ് ഉണ്ണി ശിവപാലിനെ കുറിച്ച് ജോയ് മാത്യു പറഞ്ഞു. അപ്പം ഉണ്ണി ശിവപാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ജോയ് മാത്യു, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന വെല്ലുവിളി വരെ ഉണ്ടായി.
അപ്പോൾ ജോയ് മാത്യു കൃത്യം നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജോയ് മാത്യു തിരിച്ചു പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ണീഷ് ബാൽ പല ചാനലിലും കൊടുത്ത ഇൻ്റർവ്യൂവിലും ഒന്നും പറയുന്നുണ്ട്, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഉണ്ണീഷ് ബാൽ തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. താൻ അറിയാതെയാണ് സംഘടന കണക്കുകൾ പോയിക്കൊണ്ടിരുന്നത് എന്നാണ്. എന്തൊക്കെയാണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത്? നമുക്ക് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വിവരം എന്താണ്? താനറിയാതെ കണക്ക് വെച്ചാൽ കണക്ക് കൃത്യമല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ജനറൽ ബോഡി പാസ്സാകാതെ വരുന്നത്. നമ്മളൊന്ന് ഉണ്ണീഷ് ബാൽ പല ചാനലുകളിലും പറഞ്ഞു കാണിച്ചത് അതിൻ്റെ അടിസ്ഥാനം വെച്ച് നോക്കുവാൻ എന്താണ് മായയുള്ള പറയുന്നത്? അതെ, നമുക്കറിയാം മാസങ്ങളായി അമ്മ സംഘടനയിൽ പ്രശ്നങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ അമ്മ സംഘടനയിൽ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് ട്രഷറർ ഉണ്ണി ശിവപാലിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ ഒരു ട്രഷറർ സ്ഥാനത്ത് നിന്ന് ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയിരുന്നു. ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒരുപാട് തുറന്നു പറച്ചിലുകളുമായിട്ട് ഉണ്ണി ശിവപാൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ സംഗമത്തിനായിട്ട് ഒരു 15 ലക്ഷം രൂപ ചെലവിട്ടിരുന്നു. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പാസ്സാക്കാത്ത ഒരു തുകയാണെന്നും അത് താൻ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് തന്നെ ഇങ്ങനെ ഒരു മാറ്റി നിർത്തൽ അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരാൻ കാരണമെന്നും ഉണ്ണി ശിവപാൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സംഘടനയിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുള്ളത് എന്നും ഉണ്ണി ശിവപാൽ വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെയുള്ള ഒരു തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊന്നും താൻ അറിഞ്ഞില്ല എന്ന് ശ്വേത പ്രസിഡന്റ് പറയുന്നുണ്ട്. അത് പച്ചക്കള്ളമാണെന്ന് ഉണ്ണി ശിവപാൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ട്രഷറർ അല്ലെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും തർക്കങ്ങളാണ്, ഒത്തൊരുമയോടെ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഉണ്ണി ശിവപാൽ തന്റെ തുറന്നു പറച്ചിലുകളിൽ പറയുന്നത്. എന്തായാലും ഇത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഇതിൻ്റെ ഉള്ളടക്കം ഇത് തന്നെയാണ്. ഈ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാൻ ഒന്നുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കിയ രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് എന്തായാലും അവസാനം 3 കൊല്ലത്തിനുള്ളിൽ 3 കമ്മിറ്റി മാറി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം. ഹേമ കമ്മിറ്റി വിഷയം വന്ന് മോഹൻലാൽ സിദ്ദീഖും ഒക്കെ ആയുള്ള കമ്മിറ്റി വരുന്നു. അത് ഹേമ കമ്മിറ്റിയുടെ പ്രശ്നം വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് രാജിവെക്കുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിക്കുന്നു. മോഹൻലാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിൽ അങ്ങനെ മോഹൻലാൽ എല്ലാവരും രാജിവെക്കണമെന്നായിരുന്നു. അതിലും ഭിന്നാഭിപ്രായം ഉണ്ടായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അതിനുശേഷം പെട്ടെന്ന് അത് ഹഡോക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ താൽക്കാലിക കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് പുറത്തു നിന്ന് ആളുകൾ എടുത്തല്ല, ഇവർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ളൊരു കമ്മിറ്റിയായിരുന്നു. പക്ഷേ അത് ഹഡോക് കമ്മിറ്റി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അതാണ് ഒരു സത്യം. അതിനുശേഷമാണ് പിന്നീട് ഇലക്ഷപ്പെടുന്നത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി വരുന്നു. അതും ഒരു വർഷം കഴിയുമ്പോൾ ആ കമ്മിറ്റിയും പോകുന്നു. ഇപ്പോൾ ശരിക്കുമുള്ള ഹഡോക് കമ്മിറ്റി വരുന്നത്. അതാണ് അവസാനത്തെ 3 കൊല്ലത്തിനുള്ളിൽ 3 കമ്മിറ്റി മാറി എന്ന് പറയുമ്പോൾ താരസംഘടന അമ്മയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് വെക്കണം. ഇത് പിടിപ്പുകേടാണ്. ഇത് സംഘടന തലപ്പത്തിരിക്കുന്നതിന് പിടിപ്പുകേടാണ്. അത് നിയന്ത്രിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം കണക്ക് കമ്മിറ്റിയിലിരിക്കാൻ ട്രഷറർ വന്നിട്ട് എനിക്ക് കണക്കിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കമ്മിറ്റിയിൽ എത്രമാത്രം അംഗങ്ങൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും തെളിവാണ്. കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞു ജനറൽ ബോഡി മീറ്റിംഗിൽ നിന്ന് അദ്ദേഹം വന്നെന്ന് പറഞ്ഞു ഈ കണക്ക് എനിക്ക് വിശ്വാസമില്ല, ഞാൻ അറിയാതെ ഉണ്ടാക്കിയ കണക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. പരസ്യ പ്രസ്താവന നടത്തിയവർ ഒത്തിരി ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഒരു നീതി, മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്ന നിലയിലേക്ക് വരെ ഈ സംഘടനയിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ വലിയ മഹാമാരിരുന്ന ആ കസേരയിൽ കയറിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മികവ് കാണിക്കണമായിരുന്നു. അതിൻ്റെ ഒരു എന്താണ് പറയുക, അതിനുള്ളൊരു അംഗീകാരം നൽകണമായിരുന്നു. പക്ഷേ സ്ത്രീകളെല്ലാവരും വന്നപ്പോൾ വലിയ രീതിയിൽ ആഘോഷിച്ച മെയിൻ ടീമുകളുണ്ട്, മെയിൻ സാറ്റലൈറ്റ് ടീമുകൾ. അന്നൊക്കെ മറ്റുള്ള ഓൺലൈൻകാരെയൊക്കെ വെറും കുറ്റം പറഞ്ഞ കുറേ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. കാരണം നമ്മളൊരാളെ വാഴ്ത്തുമ്പോൾ അവരെ വീഴുമ്പോൾ ഒന്ന് സഹായിക്കണം, അതെന്താണെന്ന് അന്വേഷിക്കണം. അല്ലാതെ നിങ്ങൾ പോകേണ്ടിയിരുന്നതെന്നും കൂടെ ഒരു നിർദ്ദേശം എനിക്കുണ്ട്. ഞാൻ അന്നും ഇന്നും വാർത്ത ചെയ്ത കാര്യങ്ങൾ സത്യസന്ധമായ വാർത്ത ചെയ്തിട്ടുള്ളൂ. എന്നെ പല സാറ്റലൈറ്റ് ചാനലിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കാറുണ്ടായിരുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു. എന്നിട്ടും അവർ നമ്മളോടൊപ്പമല്ല, അവരോടൊപ്പമല്ലാത്തതിൽ 2 തട്ടിലിരുന്ന ആളുകളുമുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കേസില്ല. ഞാൻ വാർത്ത കിട്ടിയാൽ വാർത്ത കൊടുക്കും, ഇനിയും കൊടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഞാൻ വാർത്തയുമായിട്ട് മുന്നോട്ട് പോയതാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറേ നടന്മാരെ എതിരെയൊക്കെ ഉള്ള സംഭവങ്ങൾ വന്നപ്പോൾ അത് സത്യസന്ധമാണോ എന്ന് നോക്കി ഞാൻ വാർത്ത കൊടുക്കണം. അപ്പോഴും ചില ആളുകൾ ആ പറഞ്ഞ ആളുകളുടെ അടുത്തേക്ക് ഓടിപ്പോയി താരങ്ങളുടെ പേരിലുള്ള വിഖ്യാതികൾ ഉണ്ടാക്കിയ ചരിത്രം ഞാൻ മറന്നിട്ടില്ല. എന്തായാലും താരസംഘടന അമ്മയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇനി ഇതിൻ്റെ തലപ്പത്തേക്ക് മമ്മൂട്ടി മോഹൻലാലും വന്ന് മറ്റ് ഭരണമറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ
ഈ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിലേക്കുള്ള ഒരു യാത്രയാണ് ചെയ്തത്. പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഞങ്ങളുടെ ന്യൂസുകളുമായി ഞങ്ങൾ വീണ്ടും വരും.